BJP പുനഃസംഘടനയ്ക്ക് പിന്നാലെ തന്നെ പോഷക സംഘടനകളിലും ഭാരവാഹികളെ ഉടൻ പ്രഖ്യാപിക്കും. നിലവിൽ സുരേന്ദ്ര മുരളീധര പക്ഷത്തുള്ള മുഴുവൻ ആളുകളെയും മാറ്റിയാകും ഒരുപക്ഷെ യുവമോർച്ച, മഹിളാ മോർച്ച ഉൾപ്പെടെയുള്ള സംഘടനകളിൽ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുക എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ അമിത്ഷാ വന്നു. അമിത്ഷായുടെ പ്രസംഗമൊക്കെ അനുസരിച്ച് ഇനിയിപ്പോൾ അടുത്ത വട്ടവും മോദി തന്നെ അധികാരത്തിലേക്ക് വരും. അതിന് മുൻപ് കേരളത്തിലെ നില വലിയ രീതിയിൽ മെച്ചപ്പെടുത്തുമെന്നാണ് അമിത്ഷായുടെ പ്രസംഗമൊക്കെ. പക്ഷേ ഇപ്പോൾ ഈ പാർട്ടിയിൽ ഉടലെടുത്തിരിക്കുന്ന പ്രശ്നം അത് കൂടുതൽ രൂക്ഷമാകുന്ന തരത്തിലേക്കല്ലേ ഇനി യുവമോർച്ച, മഹിളാ മോർച്ച പുനഃസംഘടന വരുമ്പോൾ സുരേന്ദ്ര മുരളീധര പക്ഷത്തെ വെട്ടിനിരത്തിയാൽ സംഭവിക്കാൻ പോകുന്നത്? എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പ്രസാദ്? സേതുലക്ഷ്മി, BJPയുടെ പുനഃസംഘടനയ്ക്ക് പിന്നാലെ ഇനി വരാനിരിക്കുന്നത് അവരുടെ പോഷക സംഘടനകളുടെ പുനഃസംഘടനയാണ്. പോഷക സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട യുവമോർച്ചയുടെയും മഹിളാ മോർച്ചയുടെയും നിലവിൽ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണയാണ്. പക്ഷേ പ്രഫുൽ കൃഷ്ണയെ കോഴിക്കോട് നോർത്തിന്റെ മണ്ഡലം അവരുടെ BJPയുടെ മണ്ഡലം പ്രസിഡന്റ് ആയതോടുകൂടി തന്നെ അദ്ദേഹം സാങ്കേതികമായി സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുമെങ്കിൽ പോലും ആ കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഹിളാ മോർച്ചയിലും നിവേദിത സുബ്രഹ്മണ്യനാണ്. പക്ഷേ അവർ തൃശ്ശൂർ നോർത്തിന്റെയും മണ്ഡലം ജില്ലാ പ്രസിഡന്റാണ്. ജില്ലാ പ്രസിഡന്റ് ആയതോടുകൂടി തന്നെ അതിൻ്റെയും കാലാവധി ഏറെക്കുറെ തീർന്നു എന്ന് തന്നെ പറയാം. സാങ്കേതികമായി ഈ കമ്മിറ്റികൾ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നില്ല. പക്ഷേ ഇതിന് പകരം വരുന്ന ഇപ്പോൾ ഈ മഹിളാ മോർച്ചയും യുവമോർച്ചയ്ക്കും പിന്നാലെയുള്ള കർഷക മോർച്ച ഉൾപ്പെടെയുള്ള മറ്റ് മോർച്ചകളിലും പുനഃസംഘടന വരാനിരിക്കുകയാണ്. ഇതിനകത്തും കെ സുരേന്ദ്രനും മുരളീധരനും സ്വാധീനമുള്ള ആളുകളെ പൂർണ്ണമായി മാറ്റും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. പ്രഫുൽ കൃഷ്ണയ്ക്ക് പകരം ആദ്യം പരിഗണിച്ചിരുന്ന ഒരു പേര് എന്ന് പറയുന്നത് ഇടുക്കിയിൽ നിന്നുള്ള ശ്രീരാജ് ആയിരുന്നു. പക്ഷേ ശ്രീരാജ് ഇപ്പോൾ BJPയുടെ പുനഃസംഘടനയിൽ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ഒരാൾ ആ നേതൃത്വത്തിലേക്ക് വരും എന്നുള്ളതാണ്. അതോടൊപ്പം മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായി ഇപ്പോൾ സജീവമായി കേൾക്കുന്ന പേര് നവ്യ ഹരിദാസിൻ്റെയാണ്. കോഴിക്കോട് നിന്നുള്ള നവ്യ ഹരിദാസിൻ്റെ പേരാണ് കേൾക്കുന്നത്. അവർ ഏറെക്കുറെ ആദ്യം മുരളീധര പക്ഷത്തായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ MT രമേശിനോടൊപ്പമാണ് അവർ നിലയുറപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഏറെക്കുറെ സംസ്ഥാന അധ്യക്ഷയായി മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായി മാറുമെന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ പുനഃസംഘടനയിൽ പോഷക സംഘടനകളുടെ പുനഃസംഘടനയിലും ഏറെക്കുറെ നമ്മൾ BJPയുടെ സംസ്ഥാന പുനഃസംഘടനയിൽ കണ്ടതാണ്. സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിച്ചതിൽ കെ സുരേന്ദ്ര, മുരളീധര പക്ഷത്തുള്ള ഭൂരിഭാഗം ആളുകളെയും മാറ്റി നിർത്തി എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയായിരിക്കും യുവമോർച്ചയിലും മറ്റ് മോർച്ചകളിലും സംഭവിക്കാൻ പോകുന്നത്. ഇത് നേരത്തെ സുധലക്ഷ്മി പറഞ്ഞതുപോലെ വലിയ അതൃപ്തിക്ക് തന്നെ കാരണമാകും. ഇപ്പോൾ തന്നെ BJPയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ അമർഷം അതൊരു പരസ്യ പ്രതിഷേധത്തിലേക്ക് BJPയുടെ സംഘടനാ രീതി വെച്ചുകൊണ്ട് തന്നെ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നേരത്തെ ഹൻസ് പറഞ്ഞതുപോലെ അവരുടെ അതിനകത്തുള്ള മാനദണ്ഡങ്ങളിലെ പ്രശ്നങ്ങൾ അത് പാലിക്കാത്തത് ചൂണ്ടിക്കാട്ടി തന്നെയായിരിക്കും അവർ കേന്ദ്ര നേതൃത്വത്തെ ഇക്കാര്യങ്ങൾ അറിയിക്കുക. അല്ലാതെ ഞങ്ങളോടൊപ്പമുള്ള ആളുകളെ പൂർണ്ണമായി മാറ്റി എന്നുള്ള അല്ലെങ്കിൽ അവഗണിച്ചു എന്നത് പറയുന്നതിന് പകരം ഈ കമ്മിറ്റി രൂപീകരിക്കുന്നതിലെ ഇത്തരം പ്രശ്നങ്ങൾ, മാനദണ്ഡങ്ങളിലെ ഈ പ്രശ്നങ്ങൾ പാലിക്കാത്തത് പ്രശ്നങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കും. അതോടൊപ്പം തന്നെ പോഷക സംഘടനകളിലും വേണ്ടത്ര പരിഗണന ലഭിക്കണമെന്ന് ആവശ്യപ്പെടും. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് ഈ നേരത്തെ BJPയുടെ പുനഃസംഘടനയിൽ സംഭവിച്ചതുപോലെ തന്നെ ആയിരിക്കും യുവമോർച്ചയിലും മഹിളാ മോർച്ചയിൽ നടക്കുക എന്നുള്ളതാണ്.